ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എ ജെ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വെച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനൊരു ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് മടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് ഇരുന്നറായതുകൊണ്ട് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് എടുത്ത് കാണിക്കുക അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സമയത്ത് അവിടുന്ന് എൻ്റെ കൊളീഗ്സ് എല്ലാവരും ഇങ്ങനെ ലിപ്സ്റ്റിക്ക് പല ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കൗതുകം. അപ്പോൾ അവരും കുറച്ച് എന്നെ നന്നായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്തു. യൂസ് ചെയ്ത് നോക്ക്, ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമേ ഉള്ളൂ, പിന്നെ അത് സെറ്റ് ആയിക്കോളും. എന്താ പറയുക, ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് തോന്നും, അതേപോലെ തന്നെ കുറച്ചും കൂടെ ഫ്രഷ് ലുക്ക് കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതും ഞാൻ സ്വന്തമായിട്ട് വാങ്ങിക്കാതെ അവരുടെ കയ്യിലുള്ള ഷെയ്ഡൊക്കെ വാങ്ങി ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കി. അങ്ങനെ പിന്നെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഇടണം എന്ന് തന്നെയായി. അപ്പോൾ പിന്നെ എന്നും നമ്മൾ അവരുടെ കയ്യിൽ പോയിട്ട് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ച് ഇതാക്കുന്ന മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു ലിപ്സ്റ്റിക്ക് പോയിട്ട് വാങ്ങി, എന്നിട്ട് അത് യൂസ് ചെയ്തു. അതിന് മുമ്പ് എനിക്ക് കൊളീഗ് അവൾക്ക് ചേരാത്തൊരു ഷെയ്ഡ് എനിക്ക് ചേരുന്ന ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഷെയ്ഡാണ് കുറേ കാലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നി വേറൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് വാങ്ങി. അതാണ് എൻ്റെ ഒരു ലിപ്സ്റ്റിക് ജേണി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ അത്യാവശ്യം എല്ലാ സ്ഥലത്തൊക്കെ പോകുമ്പോഴും ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക്ക് കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ലിപ്സ്റ്റിക്കിൽ ചില ഷെയ്ഡൊന്നും എനിക്ക് ചേരാത്തുണ്ട്. കാരണം ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഷെയ്ഡ് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്ഡ് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം. അല്ലാതെ പെട്ടെന്ന് ഒരാൾ ഓൺലൈനിൽ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്ക്രീനിൽ കാണുന്ന കളറായിരിക്കില്ല നമ്മുടെ കൈ കിട്ടിയിട്ട് നമ്മൾ ഫേസിൽ ഇടുമ്പോൾ. അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ള 2 ലിപ്സ്റ്റിക്ക് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെയാണ് ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഷോപ്പ് പോയിട്ട് നേരിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് അവർ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളുടെ സ്കിൻ ടോണിന് ചേരുന്ന ഒരു ഷെയ്ഡ്. അപ്പോൾ അത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കില്ല. കാരണം ഷെയ്ഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ലിപ്സ്റ്റിക്ക് എല്ലാം ഞാൻ ഇട്ട് കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്ന ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് എൻ്റെ കൊളീഗ് എനിക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ആ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലൂ ഹെവൻ്റെ വെറി ബെറി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ. വെറി ബെറി അതാണ് ഇതിൻ്റെ ഷെയ്ഡ്. വലിയ കുഴപ്പമില്ലാതെ എനിക്ക് സൂട്ടാവുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇട്ടിട്ടുള്ളൊരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇത് എന്തായാലും ഈ ഒരു ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ചുണ്ട് ഡ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിപ് ബാം എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് പോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില ലിപ്സ്റ്റിക്കൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നമ്മുടെ ലിപ്പിലിങ്ങനെ പിടിച്ച് കിടക്കും. അപ്പോൾ അത് പോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാസലീൻ എടുത്തിട്ട് ഒരു കോട്ടണിലാക്കിയിട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലിപ്സ്റ്റിക്ക് നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്ക് കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അടുത്തൊരു ഇത് നമ്മുടെ സ്മിറ്റണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ബീട്രൂട്ട് ടിൻ്റാണ്, ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടാണിത്. ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഷെയ്ഡായിട്ട് തോന്നും. അപ്പം ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ലിപ്സ്റ്റിക് ഒന്നും ഇട്ട പോലെ തോന്നിയില്ല, എന്നാൽ ചെറിയൊരു ഷെയ്ഡും ഉണ്ടാവും. പിന്നെ അടുത്തത് ഞാൻ പറയുന്നത് ലിപ് ബട്ടറാണ് കേട്ടോ. അത് ബ്ലൂ ഹെവൻ്റെ ഓർഗാനിക് ഹാർവസ്റ്റിൻ്റെ ഒരു ലിപ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊരു ഷെയ്ഡൊക്കെ തോന്നും. അപ്പം ലിപ് ബാം ആണിത്. ലിപ് ബാം പോലെ തന്നെയാണ് ഒരു പർപ്പസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ചെറിയൊരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് മൈഗ്ലാമിൻ്റെ ആണ് കേട്ടോ. അതെനിക്ക് കോംബോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഒരു നെയിൽ പോളിഷും ഉണ്ട്, 2 ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഉണ്ട്. അപ്പോൾ ഇത് ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുള്ളത് റോങ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിപ്പോയി. 2 ഷെയ്ഡും എനിക്ക് ചേരാത്ത ഷെയ്ഡാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൺലൈനിൽ ലിപ്സ്റ്റിക് ഫസ്റ്റ് ടൈമായിട്ട് വാങ്ങുന്നവരൊന്നും ഓൺലൈനിൽ വാങ്ങിക്കണ്ടെന്ന്. എനിക്ക് ഒരുമാതിരി കൊച്ചിൻ ഹനീഫൻ്റെ ആ ഒരു കുതിര ചുണ്ട് കടിച്ച് പറിക്കുന്നില്ലേ, അതേപോലൊരു ഫീലാട്ടോ എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ട സമയത്ത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലെ ആർക്കും അബദ്ധം പറ്റണ്ട. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കടയിൽ പോയിട്ട് നിങ്ങളെ ചുണ്ടിൽ ഇട്ട് നോക്കുക, അല്ലെങ്കിൽ കയ്യിൽ എവിടെയെങ്കിലും ഇട്ട് നോക്കിയിട്ട്
ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് കിട്ടിയിട്ടുള്ള വേറൊരു ഷെയ്ഡാണിത്. മൈ ഗ്ലാമിൻ്റെ തന്നെയാണ്. അപ്പം ഇതും എനിക്ക് ചേരാത്തൊരു ഷെയ്ഡാണ്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്, ലൈറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫെയർ ആയിട്ടുള്ളവർക്ക് നന്നായിട്ട് സൂട്ട് ആവുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്. നല്ല ലിപ്സ്റ്റിക്കൊക്കെ നല്ലതാണ്, അങ്ങനെ പെട്ടെന്ന് ഫെയ്ഡ് ആവുന്നൊന്നുമില്ല. പക്ഷേ ഇത് എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർ ആരും ഇത് വാങ്ങിക്കരുത് കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടോ, 2 ഷെയ്ഡും തമ്മിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് ചാമ്പറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. 203 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇതെനിക്ക് വലിയ കുഴപ്പമില്ലാത്തതാണ്. ഇത് ഞാൻ കടയിൽ പോയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് അവിടെ നിന്ന് അവർ തന്നെ എനിക്ക് ഷെയ്ഡ് നോക്കിയിട്ട് എടുത്ത് തന്നിട്ടുള്ളതാണ്. ഇത് വലിയ കുഴപ്പമില്ല. കണ്ടില്ലേ, ഇത് കുറച്ചുകൂടെ കട്ടിയിൽ ഇടുമ്പോഴാണ് കേട്ടോ ഇത് തെളിഞ്ഞ് കാണുന്നത്, എൻ്റെ ഫേസിൽ ലിപ്സ്റ്റിക് ഇട്ടെന്ന് അറിയുന്നത്. പിന്നെ അടുത്തത് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് മാസിൻ്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 09 ആണ്. ബോളിവുഡ് സർപ്രൈസ് എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ഇപ്പോൾ കാണിച്ചതിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ് കേട്ടോ അത്. ഇട്ടെന്ന് അറിയില്ല, എന്നാൽ നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ചേരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുണ്ട്, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു മാറ്റ് ഫിനിഷാണ് തരുന്നത്, ഗ്ലോസി ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടോന്ന് ചോദിച്ചാൽ ഇട്ടു, പക്ഷേ അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. കറക്റ്റായിട്ട് എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ളവർക്ക് ചേരുന്നൊരു ഷെയ്ഡാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.